ബി.ജെ.പിയുടെ A+ മണ്ഡലം തിരുവനന്തപുരം. ശക്തമായ പോരാട്ടം. ത്രികോണ മത്സരമെന്ന് പറയുവാൻ സാധിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു 2024 തിരുവനന്തപുരത്തുണ്ടായത്. UDFും NDAയും തമ്മിലുള്ള കടുത്ത പോരാട്ടം തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത്. 2005 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് MP ആയി വിജയിച്ചു വന്ന പന്ന്യൻ രവീന്ദ്രനെ അവസാന ആയുധമായി ഇടതുപക്ഷം തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുമ്പോഴും ചിത്രത്തിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് പരാജയപ്പെട്ടു പോവുകയായിരുന്നു ഇടതുപക്ഷം തിരുവനന്തപുരത്ത്. അവിടെ കടുത്ത പോരാട്ടം നടത്തിയത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെയും ചരിത്രത്തിലാദ്യമായി NDA അക്കൗണ്ട് തുറക്കുവാൻ പോകുന്നത് തൃശ്ശൂരിലായിരിക്കുമെന്ന് വിശ്വസിച്ചിരുന്നവരെ ഭയപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം. രണ്ടിടങ്ങളിൽ BJP അക്കൗണ്ട് തുറന്നേക്കുമോ എന്ന കോൺഗ്രസിനെയും ഇടതുപക്ഷത്തിനെയും ഒക്കെ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് BJPയുടെ കുതിച്ചുചാട്ടം. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന അവസാന നിമിഷം വരെയും 1000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂരിനെ പിന്നിലാക്കിക്കൊണ്ട് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഒരു ഭാഗത്ത് 3 ടേം അടുപ്പിച്ച തിരുവനന്തപുരത്തിൻ്റെ MP ആയിരിക്കുന്ന ശശി തരൂർ, വിശ്വപൗരൻ എന്ന പട്ടം നൽകി ലോകം ആരാധിക്കുന്ന ശശി തരൂർ, UDFിൻ്റെ ഏറ്റവും കരുത്തനായ നേതാവ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് വരെ മത്സരിച്ച ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ശക്തനായ നേതാവ്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി മുൻ കേന്ദ്രമന്ത്രിയായ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മറുഭാഗത്ത്. ആകെ ലഭിച്ചത് 35 ദിവസം മാത്രം. 35 ദിവസം കൊണ്ട് വിശ്വപൗരനെ വെള്ളം കുടിപ്പിച്ച് തന്നെയാണ് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചു വന്നത്. കടുത്ത പോരാട്ടത്തിൻ്റെ ഒടുവിൽ 1 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 2019 വിജയിച്ച ശശി തരൂരിനെ 10,000-ൽ പരം വോട്ടുകളുടെ പിൻബലത്തിൽ മാത്രമാണ് വിജയിക്കുവാൻ രാജീവ് ചന്ദ്രശേഖർ അനുവദിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ അനുഭവങ്ങൾ ഒരു സ്വകാര്യ മാധ്യമത്തോട് ചർച്ച ചെയ്യുന്ന വേളയിലായിരുന്നു തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി അദ്ദേഹം വ്യക്തമാക്കിയത്. 35 ദിവസം മാത്രമാണ് തിരുവനന്തപുരം പോലെ ഒരു വലിയ ലോക്സഭാ മണ്ഡലത്തിൽ തനിക്ക് പ്രചരണത്തിനായി ലഭിച്ചതെന്നും ആ 35 ദിവസവും തനിക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന ദിവസങ്ങളായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. 15 വർഷമായി മാറി മാറി ഭരിച്ച ഒരു സർക്കാരും, കേരള സർക്കാരോ കേന്ദ്രത്തിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി പോയ MPയോ യാതൊരു തരത്തിലുള്ള വികസനങ്ങളോ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പരാജയത്തിന് ശേഷവും ചൂണ്ടിക്കാട്ടുന്നത്. കേവലം മത്സരിച്ച് പരാജയപ്പെട്ടു പോയതിൻ്റെ പേരിൽ പിന്നീട് തിരുവനന്തപുരത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു നേതാവോ ഒരു പ്രവർത്തകനോ അല്ല താൻ എന്ന് തെളിയിക്കുക തന്നെയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. തെരഞ്ഞെടുപ്പിൻ്റെ കാലയളവിൽ അദ്ദേഹം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ഇനി കാര്യം നടക്കും, ഇതാണ് കാര്യം എന്നതടക്കമായിരുന്നു. തിരുവനന്തപുരത്തെ സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം ലഭിച്ചവരെയും കർഷകരെയും വൃദ്ധരെയും എല്ലാവരെയും നേരിൽ കണ്ട് അവരുടെ ഓരോ പ്രശ്നങ്ങളും മനസ്സിലാക്കി പഠിച്ച് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാന്റെ പുറത്തായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചരണങ്ങൾ. ആ പ്രചരണത്തിൻ്റെ ചുവട് പറ്റി അദ്ദേഹം തയ്യാറാക്കിയ ഇനി കാര്യം നടക്കും, ഇതാണ് കാര്യം അടക്കമുള്ള പദ്ധതികൾ 100 ദിന പദ്ധതി പരിപാടിയാക്കിക്കൊണ്ട് ഈ മാസം 23-ാം തീയതി തിരുവനന്തപുരത്തിലേക്ക് തിരിച്ചെത്തി അവയെല്ലാം 100 ദിനം കൊണ്ട് നടപ്പിലാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ നീക്കുപോക്കുകൾ നടപ്പിലാക്കുക എന്ന ഉദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖറിന് നിലവിലുള്ളത് എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടുകയും 3-ാം മോദി സർക്കാർ അധികാരത്തിലേറുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നവമാധ്യമത്തിൽ കുറിച്ച ഒരു പോസ്റ്റ് തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ആയുധമായി കോൺഗ്രസ് അടക്കമുള്ള എതിർകക്ഷികൾ ഉപയോഗപ്പെടുത്തിയെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളൊക്കെ അവസാനിക്കുന്ന അവസാന ദിവസമായിരുന്നു അതെന്നും അതുകൊണ്ടാണ് തൻ്റെ കേന്ദ്രമന്ത്രി എന്ന അധികാര പരിധി അവസാനിച്ചിരിക്കുന്നുവെന്നും BJPയുടെ ഒരു കാര്യവാഹകനായി ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാനാണ് തനിക്ക് ആഗ്രഹമെന്നുമുള്ള തരത്തിലേക്കിട്ട ഒരു പോസ്റ്റിനെ കോൺഗ്രസ് വളച്ചൊടിച്ചതിനോട് വളരെ വൈകാരികപരമായാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഒപ്പം രാഷ്ട്രീയത്തിനെല്ലാം അപ്പുറത്ത് തിരുവനന്തപുരത്തിൻ്റെ വികസനമാണ് തൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്നും അതൊരു നിയോഗമായി എടുത്തുകൊണ്ട് ഇനിയും തിരുവനന്തപുരത്തെ ജനങ്ങളെ കാണുവാൻ താൻ എത്തുമെന്നും എല്ലാ മാസവും കഴിയുമെങ്കിൽ തിരുവനന്തപുരത്തെ ജനങ്ങളുമായി സംവദിക്കുവാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ആ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് താൻ വാക്കുകൊടുത്തിരുന്നു. അത് പരിഹരിക്കുവാൻ വേണ്ട നടപടികളെല്ലാം താൻ സ്വീകരിക്കുമെന്നും തിരുവനന്തപുരത്തെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാൻ കഴിയുന്നതെല്ലാം താൻ ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വികസനം ഉണ്ടാകണമെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണമെന്നല്ല രാജീവ് ചന്ദ്രശേഖർ ആ അഭിമുഖത്തിൽ പറഞ്ഞത്. വികസനം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ആര് കൊണ്ടുവരുന്നോ അവർക്ക് വോട്ട് ചെയ്യണം. അത് ഇടതുപക്ഷമെങ്കിൽ അങ്ങനെ, അത് UDF എങ്കിൽ അങ്ങനെ.
പക്ഷേ അപ്പോഴും രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാലങ്ങളായി വികസനം തൊട്ടു നീണ്ടിയിട്ടില്ലാത്തൊരു രാജ്യമാണ് ഈ ഇന്ത്യയെന്നും ആ ഇന്ത്യയെ വികസനത്തിൻ്റെ പടവുകളിലേക്ക് പിടിച്ചു കയറ്റിയത് നരേന്ദ്രമോദി സർക്കാരാണെങ്കിൽ ആ നരേന്ദ്രമോദി സർക്കാരിന് കേരളത്തിൽ ഒരിടം നൽകിയാൽ ആ ഇടം നൽകുന്നിടത്തെല്ലാം വികസനത്തിൻ്റെ പുത്തൻ തേരോട്ടം നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാലാകാലങ്ങളായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF UDF നേതാക്കന്മാർ അല്ലെങ്കിൽ സർക്കാരുകൾ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസനം എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇതുവരെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം BJP ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, ന്യൂനപക്ഷങ്ങളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് എന്ന കള്ളത്തരം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച് അവരെ ഭയപ്പെടുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് കാര്യം വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ ഒരു വിഭാഗം വോട്ട് തനിക്കും കേരളത്തിലെ BJP സ്ഥാനാർത്ഥികൾക്കും ലഭിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. 20%-ലേറെയാണ് BJPക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ നിന്ന് BJPയുടെ MP പാർലമെൻറ്റിലേക്ക് പോകുന്നതിന് പ്രധാന കാരണവും ഈ നാട്ടിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ടർമാർക്ക് BJPയോടും NDAയോടുമുള്ള ആത്മവിശ്വാസവും സ്നേഹവും വർദ്ധിച്ചതിൻ്റെ ഭാഗം തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നരേന്ദ്രമോദി സർക്കാരും താനും ഒന്നും യാതൊരു തരത്തിലുള്ള മതപരമായ രാഷ്ട്രീയത്തെ മുൻപോട്ട് വെച്ചിട്ടില്ല. മതമല്ല ഈ രാജ്യത്തിന് ഏറ്റവും പ്രധാനം, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ രാജ്യത്തിൻ്റെ വികസനമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അധികാരത്തിലേക്ക് എത്തണമെന്ന മോഹമൊന്നും തനിക്ക് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അധികാരമോഹിയായിരുന്നു താനെങ്കിൽ ബിസിനസ്സിൽ ഏതൊക്കെയോ മികച്ച പോസ്റ്റുകളിൽ ഇരിക്കുവാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും മാറ്റിവെച്ചിട്ടാണ് താൻ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങിയത്. താൻ ആദ്യമായി ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്തും ഈ രാജ്യത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കാര്യമായ രീതിയിലുള്ള വികസനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയോട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായി താൻ ഇവിടെ വന്നതെന്നും അദ്ദേഹം തുറന്നു പറയുന്നു. എന്തായാലും പരാജയപ്പെട്ട് പിന്മാറുവാൻ താൻ തയ്യാറല്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. താൻ എടുത്തു പറഞ്ഞ് ജനങ്ങളുമായി സംവദിച്ച് അവർക്കുറപ്പ് നൽകിയ ഓരോ പദ്ധതികളും തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ സാധ്യമാക്കിയെടുക്കുക എന്ന ഒരു കർത്തവ്യം തൻ്റെ ഉള്ളിലുണ്ട്. അത് നടപ്പിലാക്കിയതിന് ശേഷം മാത്രമേ താൻ ഈ മണ്ണ് വിട്ടു പോകൂ എന്നും അദ്ദേഹം തുറന്നു പറയുന്നു.